പറ സിദ്ധു. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. ഇന്നലെ ചന്ദ്ര വന്നിരുന്നു അല്ലേ? ഓ, അവിടെ നടന്നത് മുഴുവൻ പ്രേമിച്ച് എന്നോട് പറഞ്ഞായിരുന്നു. അവൾക്ക് ഭ്രാന്ത. അവളുടെ അച്ഛൻ മരിച്ചെങ്കിൽ അതിന് കാരണക്കാരി എങ്ങനെയാ ദേവികയാവുന്നത്? അവൾക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട് സിദ്ധു. അതുകൊണ്ട് നമുക്ക് ആ ദേഷ്യം ഒന്ന് തണുപ്പിക്കണം. പേടിയുണ്ടോ ദേവിക്ക്? എനിക്കെന്ത് പേടി? എന്റെ ജീവിതമൊക്കെ എപ്പോഴേ കഴിഞ്ഞതാ സിദ്ധു. എന്നെ ജീവിതത്തില് എന്നേക്കുമായിട്ട് തോൽപ്പിച്ചിട്ടല്ലേ എന്റെ സുധിയേട്ടൻ പോയത്. സുധിയേട്ടനില്ലാത്ത ഈ ജീവിതത്തില് എന്ത് സംഭവിച്ചാൽ എന്ത്, സംഭവിച്ചില്ലെങ്കിൽ എന്ത്, അതല്ല എന്റെ വിഷയം. പിന്നെ അച്ഛൻ മരിച്ചതോടെ ചന്ദ്ര ശരിക്കും തനിച്ചായിപ്പോയി. ഇപ്പോ അവൾക്കാരുമില്ല. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നത് ഒരിക്കലും പറ്റില്ലെന്ന് മാത്രം എന്നോട് പറയരുത്. എല്ലാവർക്കും അതുകൊണ്ട് നല്ലതേ ഉണ്ടാവും. ദേവിക പറയും. ഒരാളുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയോ? ഒറ്റപ്പെടല. ഏകാന്തതയോളം വേറെ ഒരു യോഗവും മനുഷ്യനെ ബാധിക്കാനില്ല. അത് നല്ലോണം അറിഞ്ഞവളാ ഞാൻ, അനുഭവിക്കുന്നവളാ. അതുകൊണ്ട് തന്നെ ചന്ദ്ര എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദേവിക ഇപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ചന്ദ്രയ്ക്കൊരു ജീവിതം കൊടുത്തോടെ സിദ്ധുവിന്. ദേവിക, എല്ലാം അറിയുന്ന ദേവിക തന്നെയാണോ ഈ സംസാരിക്കുന്നത്? അതെ, നേടുമ്പോഴല്ല സിദ്ധു, വേണ്ടെന്ന് വെക്കുമ്പോഴാ, വിട്ടുകൊടുക്കുമ്പോഴാ നമ്മൾ ശരിക്കും വിജയിക്കുന്നത്. എനിക്ക് ജയിക്കണം. അതിന് സിദ്ധുവും ചന്ദ്രയും തമ്മിലുള്ള കല്യാണം നടക്കണം. ദേവിക, എന്നോട് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു ദേവിക്ക്? ഒരുപാട് ആലോചിച്ചു. അങ്ങനെ സംഭവിച്ച എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. പിന്നെ സങ്കടം, അത് ഞാൻ മാത്രം ഒറ്റയ്ക്ക് സഹിച്ചാ മതിയല്ലോ. ദേവിക, അത്ര എളുപ്പത്തിൽ എന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ ദേവിക? ഞാൻ ഒരിക്കലും അങ്ങനെ ഒരർത്ഥത്തിൽ സിദ്ധുവിനെ കണ്ടിട്ടില്ലെന്ന് അറിയാലോ. സിദ്ധുവിനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യം ചന്ദ്രയ്ക്ക. അവളുടെ ആഗ്രഹം നടക്കണം. ഉടനെ ഒരു മറുപടി പറയണമെന്നില്ല. നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനം മതി. ആ തീരുമാനം പക്ഷേ ചന്ദ്രയ്ക്ക് അനുകൂലമായിരിക്കണം. ഹലോ ദേവിക, ഹലോ.